നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മിന്നും പ്രകടനമാണ് റാഫീഞ്ഞ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പലരും ബാലൻ ഡി ഓർ കണ്ടൻഡറായിട്ട് പോലും ഇപ്പോൾ റാഫീഞ്ഞയെ കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ രസകരമായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കണക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ടോപ്പ് സീസൺ, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ടോപ്പ് സീസൺ എന്ന് വിളിക്കാവുന്ന 2014-15 സീസണിൽ അദ്ദേഹം 61 ഗോൾ നേടിയിരുന്നല്ലോ. ആ സീസണിൽ അദ്ദേഹം മാർച്ച് മാസത്തിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ദിവസം വരെയുള്ള കണക്കെടുത്താൽ എന്ത് നേടിയോ ഈ സീസണിൽ റാഫീഞ്ഞ ഇതുവരെ എന്ത് നേടിയോ അത് തമ്മിലൊരു കമ്പാരിസൺ നോക്കിയാൽ അത്ഭുതപ്പെടും. ക്രിസ്ത്യാനോക്കൊപ്പം പിടിക്കുന്ന റാഫീഞ്ഞയാണ് നമ്മൾ കാണുന്നത്. ക്രിസ്ത്യാനോയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സീസണിനൊപ്പമാണ് റാഫീഞ്ഞയുടെ ഈ സീസൺ എന്ന് പറയുമ്പോൾ അത് അത്ഭുതപ്പെടുന്ന കണക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ സീസണിൽ മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ 2014-15 50 ഗോളുകളും 50 അസിസ്റ്റാണ്, 50 ഗോൾസ് പ്ലസ് അസിസ്റ്റാണ് ആ സമയത്ത് അദ്ദേഹം നേടുന്നത്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ 2015 മാർച്ചിൽ. അതിൽ 11 പെനാൽറ്റികളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക. എന്നാൽ റാഫീഞ്ഞ കറൻലി 44 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് വിത്ത് ജസ്റ്റ് 1 പെനാൽറ്റി. അതാണ് അതിലെ ബ്യൂട്ടി. പെനാൽറ്റി കുറവാണ്. കണക്കുകളിൽ ക്രിസ്ത്യാനോക്കൊപ്പം പിടിക്കുന്ന റാഫീഞ്ഞയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനോയുടെ ആ സീസൺ വളരെ വിഖ്യാതമാണ്. മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് താരം നടത്തിയ സീസൺ. അതിലദ്ദേഹം 61 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. 23 അസിസ്റ്റുകളും ആ ഒരു സീസണിൽ ക്രിസ്ത്യാനോ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒറ്റ സീസണിൽ നോൺ പെനാൽറ്റി ഗോൾസ് പ്ലസ് അസിസ്റ്റ്, പെനാൽറ്റി ഗോളുകൾ നമുക്ക് മാറ്റിവെക്കാം. സോ നോൺ പെനാൽറ്റി ഗോൾസ് പ്ലസ് അസിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സീസണിൽ ഏറ്റവും അധികം നോൺ പെനാൽറ്റി ഗോൾസ് പ്ലസ് അസിസ്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. 2013-14 സീസണിൽ 993 മിനിറ്റുകൾ കളിച്ച് അദ്ദേഹം 15 നോൺ പെനാൽറ്റി ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കി, 19 NPG പ്ലസ് അസിസ്റ്റ്. ദെൻ ആ കാര്യത്തിൽ രണ്ടാമതുള്ള റോബർട്ട് ലെവൻഡോസ്കിയാണ്. 2019-2020 887 മിനിറ്റ് കളിച്ച് 13 ഗോളുകളും 5 അസിസ്റ്റുകളും, 13 നോൺ പെനാൽറ്റി ഗോളുകളും 5 അസിസ്റ്റുകളും, 18 NPG പ്ലസ് A ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വർഷമുള്ളത്. വീണ്ടും ക്രിസ്ത്യാനോ 2015-16 ആ ഒരു സീസണിൽ 1109 മിനിറ്റ് കളിച്ച് 14 നോൺ പെനാൽറ്റി ഗോളുകളും 4 അസിസ്റ്റുകളുമായിട്ട് 18 NPG പ്ലസ് അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയുണ്ടായി. പിന്നെ റോബർട്ടോ ഫെർമിനോ 2017-18 1015 മിനിറ്റ് കളിച്ച് 1055 മിനിറ്റ് കളിച്ച് 10 ഗോളുകളും 7 അസിസ്റ്റുമായിട്ട് 17 NPG പ്ലസ് അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ക്രിസ്ത്യാനോയാണ് 2016-17 1200 മിനിറ്റ് കളിച്ച് 12 നോൺ പെനാൽറ്റി ഗോൾസും 5 അസിസ്റ്റുകളും ആയിട്ട് 17 NPG പ്ലസ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. റൗൾ ഗോൺസാലസ് 2002-2003 1056 മിനിറ്റ് കളിച്ച് 9 നോൺ പെനാൽറ്റി ഗോളുകളും 7 അസിസ്റ്റുകളുമായിട്ട് 16. അതിനൊപ്പമാണ് ഇപ്പോൾ റാഫീഞ്ഞ. സോ ആ ഒരു കാര്യത്തിൽ സാക്ഷാൽ റൗൾ ഗോൺസാലസ് റയലിൻ്റെ ഇതിഹാസത്തോടൊപ്പം അദ്ദേഹത്തേക്കാൾ കുറഞ്ഞ മിനിറ്റുകൾ കളിച്ച് 835 മിനിറ്റ് മാത്രം കളിച്ച് 11 ഗോളുകളും 5 അസിസ്റ്റുമായിട്ട് 16 NPG പ്ലസ് അസിസ്റ്റ്. ഓൾറെഡി ഇപ്പോൾ റാഫീഞ്ഞെ കൊണ്ട് ഈ സീസണിൽ ഇനിയും ഏറ്റവും ചുരുങ്ങിയത് 2 കളികൾ അദ്ദേഹം കളിക്കുമല്ലോ ക്വാർട്ടർ ഫൈനൽ വെച്ചായിട്ട്. അവിടുന്ന് സെമിയിലേക്കും ഫൈനലിലേക്കൊക്കെ പോയാൽ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയും 5 മത്സരങ്ങൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ പലരുടെയും റെക്കോർഡുകൾ റാഫീഞ്ഞ മറികടക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലും ഓൾറെഡി ലിയോ മെസ്സി ഈ കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയതിനുള്ള കണക്കൊക്കെ അദ്ദേഹം മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട്. 2014-15 ലിയോ മെസ്സി 1146 മിനിറ്റ് കളിച്ച് 10 അസിസ്റ്റും 10 നോൺ പെനാൽറ്റി ഗോൾസും 5 അസിസ്റ്റുകളുമായിട്ട് 15 NPG പ്ലസ് അസിസ്റ്റാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി ഇപ്പോൾ റാഫീഞ്ഞ മറികടന്നിട്ടുണ്ട്. അപ്പോൾ റാഫീഞ്ഞയുടെ പ്രകടനത്തിൻ്റെ കണക്കൊക്കെ നോക്കുമ്പോഴേ ഇതുകൂടി ഒന്ന് കാണണം. അപ്പോഴാണ് റാഫീഞ്ഞ ഇപ്പോൾ ഏത് തരം ഫോമിലാണുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.